വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. ഐ ആം വന്ദന. ഇന്ന് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസിലെ മൊഡ്യൂൾ 1ന്റെ ക്വസ്റ്റ്യൻ പ്രൊഡക്ഷൻ സീരീസിലേക്ക് നമുക്ക് കടക്കാം. ഡിഫൈൻ ഫെർമി ലെവൽ. ഇവിടെ തൊട്ടാണ് നമ്മൾ ഫിസിക്സിലെ പുതിയ ആൾക്കാരെ പറ്റി കേൾക്കുന്നത് അല്ലെ. എന്താ ഫെർമി ലെവൽ എന്ന് പറയുന്നത്? ഫെർമി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയാ എന്താണ് ഇലക്ട്രോൺസ് ഓരോരോ എനർജി ലെവലിലായിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അതില് 50% ഓഫ് എന്താണ് ഇലക്ട്രോൺസ് കാണാൻ ചാൻസ് ഉള്ള എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർമി ലെവൽ എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? Fermi level is the energy level at which the probability of an electron occupying a state is 50% at any temperature. മനസ്സിലായില്ലേ? ഇപ്പൊ ക്ലാസ്സിൽ പിള്ളേരെ കാണാനില്ല. അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് ക്യാൻറ്റീനിൽ കാണും എന്ന് പറയില്ലേ. അപ്പൊ എന്താ 50% ചിലപ്പോൾ അവിടെയാണ്. അപ്പൊ അവർ എനർജി ലെവൽ കിടക്കുന്നത് ചിലപ്പോൾ ക്യാൻറ്റീനിലായിരിക്കും അല്ലെ. അതാണ് ഈ പറയണത്. അല്ലെ ചിലരെ കാണില്ല. അപ്പൊ എന്താണ് എന്തെങ്കിലും പ്രോഗ്രാമിന് പോയതായിരിക്കും അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷന് പോയതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ആണെങ്കിൽ അത് പറയാം അല്ലെ. അപ്പൊ ആ ഒരു എനർജി ലെവൽ ആ 50% ഓഫ് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന റീജിയൻ നമ്മൾ എന്താണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് റെഡിയാണല്ലോ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പൊസിഷൻ ഓഫ് കാരിയേഴ്സ് ഇൻസൈഡ് എ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി എന്താ ചോദിച്ചിട്ടുണ്ട് അതിനകത്ത്? ഷോ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫെർമി എനർജി വിത്ത് ഫെർമി ഫംഗ്ഷൻ അറ്റ് T equal to 0 and T greater than 0. അതായത് ക്ലാസ്സിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാറ് ഒരു തരത്തിലും അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ നമ്മളവിടെ കയറും അല്ലെ. അപ്പം ചൂട് കൂടുതലും ചൂട് കുറവുള്ള കാര്യമാണ് പറയണത് അല്ലെ. അതേപോലെ അറ്റൻഡൻസ് ഷോർട്ടേജ് വരുന്ന കേസിലൊക്കെ പിന്നെ ലാസ്റ്റ് ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് എങ്ങനെയെങ്കിലും അറ്റൻഡൻസ് റെഡി ആക്കേണ്ട പ്രശ്നം വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ കേസ് പറഞ്ഞ പോലെ ഇവിടെ എന്താണ് ഈ ഫെർമി എനർജി നമുക്ക് എന്ത് ചെയ്യണം? T greater than 0ലും അതേപോലെ തന്നെ T equal to 0 ആകുമ്പോൾ നമുക്ക് അറിയണം. അപ്പം എത്രത്തോളം എനർജി ഉണ്ട് അല്ലെ അത് അറിയാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇലക്ട്രോൺസ് അവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ അറിയണമെങ്കിൽ അതൊരു പ്രോബബിലിറ്റി ആണ് അല്ലെ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് ആര്? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ അതെന്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? എഫ് ഓഫ് ഇ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടടാ? എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? F of E is equal to 1 by 1 plus E raised to E minus EF all divided by K T എന്ന് എഴുതാം അല്ലെ. EF എന്ന് പറഞ്ഞാൽ എന്താണ്? E ഉണ്ട്, EF ഉണ്ട്, then എന്താണ് ഡിവൈഡ് ബൈ K into T. K എന്ന് പറഞ്ഞാൽ എന്താ? EF എന്ന് പറഞ്ഞാൽ ഫെർമി ലെവൽ അല്ലെ. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടുത്തെ എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. എപ്പോഴും ശ്രദ്ധിക്കണം, പ്രോബ്ലത്തില് നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിലും തരും, അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവിടുത്തെ ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലാതെയും തരും. അപ്പൊ ആ സമയത്ത് പ്രോബ്ലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു വേരിയേഷൻ വരുമ്പോൾ അത് കണ്ടുപിടിക്കണം. അതായത് ജൂളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരും. അപ്പൊ ജൂൾ ഒന്നുകിൽ ഇലക്ട്രോൺ വോൾട്ട് പെർ കെൽവിനിൽ തരും അല്ലെങ്കിൽ ജൂൾ പെർ കെൽവിനിൽ തരും കേട്ടോ. അപ്പം ഏതാണോ തന്നിരിക്കുന്നതെന്ന് എന്ത് ചെയ്യണം? പ്രോബ്ലത്തിൽ നോക്കണം. ദെൻ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? അവിടുത്തെ ടെമ്പറേച്ചർ ആണ്. റെഡി ആണല്ലോ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? T ഈക്വൽ ടു 0. ഓരോ കേസ് നമുക്ക് നോക്കണം. എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി ഫോർ probability of occupation for E less than EF at T equal to 0 Kelvin. ടെമ്പറേച്ചറിന് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 0 കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ഇടാ? F of E is equal to 1 divided by 1 plus നോക്കടാ E minus EF ആണ്. EF എന്ന് പറയുന്നത് എന്താണ്? എന്താ നമ്മൾ എടുത്തേക്കണേ? EF എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ് അല്ലെ. ഒരു ഇതൊക്കെ 1 minus 2 എന്ന് പറഞ്ഞാൽ എന്താ? -1 ആണ് അല്ലെ. നെഗറ്റീവ് വാല്യൂ ഹയർ. അപ്പം EF വരുമ്പോ അതെന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരിക. നെഗറ്റീവ് ഡിവൈഡഡ് ബൈ K into T എന്താ? 0 ആണ്. നമ്മൾ എന്ത് ചെയ്തു? 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ? ഇൻഫിനിറ്റി. അപ്പൊ -ഇൻഫിനിറ്റി എന്ന് വരും. E raised to -ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. Then it will become 1 by 1 plus 0. Then the answer is 1 by 1 is equal to 1. അതായത് EF-ന്റെ താഴേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. നമ്മുടെ പിള്ളേർ അവിടെ പോയിരിക്കുന്നുണ്ട്, ക്യാൻറ്റീനിൽ ഇരിക്കുന്ന പറഞ്ഞാൽ ആ സമയത്ത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഏത് കേസ് എടുക്കാൻ പോവാണ്? EF എവിടെ എടുക്കാൻ പോവാണ്? E ഈക്വൽ ടു അല്ലെ, E ഈക്വൽ അല്ല, ഇതാണ് ഇയിൽ നിന്നും എന്ത് ചെയ്തു? കൂടുതലാവുക. ഇവിടെ E ലെസ് ദാൻ EF ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? E ഗ്രേറ്റർ ദാൻ EF എടുക്കുകയാണ്. അപ്പൊ എന്താ? പ്രോബബിലിറ്റി ഓഫ് occupation for
ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ്. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എടുക്കുകയാണ്. ആ സമയത്ത് എന്താണ് അറ്റ് ടി ഈക്വൽ ടു 0 കെൽവിൻ. ടി 0 കെൽവിൻ ആകുമ്പോൾ എടുക്കുകയാണ്. അപ്പം എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു എന്താടാ, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലെ. പോസിറ്റീവ് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. ആ പോസിറ്റീവ് ഡിവൈഡ് ബൈ 0 വരുമ്പോ എന്താ 1 പ്ലസ് ഇ റേസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് വരും. അതിന്റെ അതിൽ എത്രയാ 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലെ. 1 ബൈ 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ 1 ബൈ ഇൻഫിനിറ്റി ആണ്. വാല്യൂ എന്ത് വരും 0 വരും. അപ്പൊ ഇ എഫിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താടാ, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഇല്ല ഇലക്ട്രോൺസ് ഇല്ല അല്ലെ. അവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, പ്രോബബിലിറ്റി ഇല്ല. ദെൻ നമുക്ക് ഒരു കേസും കൂടി എടുക്കാം. എപ്പോഴാ ഈ ഈക്വൽ ടു ഇ എഫ് എടുക്കാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കണ്ടേ. ദെൻ ടി ഗ്രേറ്റർ ദാൻ എന്താണ് 0 കെൽവിനിൽ ഞാൻ എന്ത് ചെയ്തു, ഈ ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു ഇ എഫ് എടുക്കാണ്. അപ്പം ഈ ഈക്വൽ ടു ഇ എഫ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഈക്വൽ ടു ഇ എഫ് എടുക്കുമ്പോൾ അതേ ഇക്വേഷൻ തന്നെ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു 0 എന്ന് വരും. കാരണം എന്താ, ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഇയിൽ നിന്ന് ഇ കുറയ്ക്കാന്ന 0, അപ്പൊ ഇ റേസ് ടു 0 എന്ന് വരും. ദെൻ എന്ത് കിട്ടും 1 ബൈ 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 ബൈ 2. അതായത് 50% ചാൻസ് എവിടെയാ കിടക്കണത്, നമ്മുടെ 1 ബൈ 2 എവിടെ കിടക്കുന്നത്, ഇ ഈക്വൽ ടു ഇ എഫ് ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് നമ്മുടെ ചാൻസസ് കൂടുതലായിട്ട് കാണുന്നത്. റെഡി ആണല്ലോ. ദെൻ എന്ത് ചെയ്തു, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുന്നതാണ് ഈ വരച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ എഫ് ഓഫ് ഇ ഉണ്ട്. ഇവിടെ ആരുണ്ട്, ഇവിടെ നമ്മുടെ ഞാൻ എന്ത് ചെയ്തു ഇ എഫ് അടയാളപ്പെടുത്തി. ഇത് നമ്മുടെ ഇ എഫ് ആണ്. ഇ എഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ, അവിടെ ആരെങ്കിലും ഉണ്ടോ, ഈ ഗ്രേറ്റർ ദാൻ എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ 0 ആണ്. അപ്പൊ അവിടെ ആരുമില്ല. അതുവരെ താഴെയാണെങ്കിൽ അവിടെ എന്തുണ്ട് 1 വരെ നമുക്ക് എന്തുണ്ട് ഇലക്ട്രോൺസ് കാണാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അത് തന്നെ മാക്സിമം എപ്പോഴാ 1/2 ആവുന്ന സമയത്താണ് അവിടെ എന്ത് ചെയ്യണത് ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കാണാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസസ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ദെൻ ഇത് വാല്യൂ. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്തു, ഇത് ഏതാ ടി ഈക്വൽ ടു 0 കെൽവിനിൽ. ഇനി ഞാൻ എന്ത് ചെയ്തു ടി ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ടി ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ ഇവിടെ എന്ത് പറ്റും, ഇവിടെ എന്ത് പറ്റൂടാ, ഇവിടെ എന്ത് വരും, ഇവിടെ കൂടി എന്ത്, ഇവിടെ എന്താണ് ഇത്, ഇവിടെ എന്താ, ഇവിടെ ഒറിജിനലി നമ്മൾ പറഞ്ഞ, ഐഡിയലി നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഇവിടെ എല്ലാം 0 ആയിരിക്കും, ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്യുന്ന. പക്ഷെ അങ്ങനെ ആവില്ല. എന്ത് പറ്റും, ഇവിടെ കുറച്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പറ്റും, ഹാഫ് ഫിൽഡ് ആയിരിക്കും. എന്താണ്, ഫുൾ ഫിൽഡ് ആവില്ല. കണ്ടോ, ഇങ്ങനെ എന്ത് ചെയ്യും, ആ ഗ്രാഫിന് എന്ത് ചെയ്യും, ചേഞ്ച് വരും. അതാണ് ഏത് ടി, ഇത് ടി ഈക്വൽ ടു 0, ഇതെന്താണ് ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ. കൺസെപ്റ്റ് റെഡി ആണല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി അല്ലെ, നമ്മുടെ ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ ഒക്കെ കാണാൻ പഠിക്കണം കേട്ടോ. അതൊക്കെ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. എന്ത് എഫ് ഓഫ് ഇ എന്നിട്ട് ടി കാണാൻ ചോദിക്കാം, അല്ലെങ്കിൽ വാല്യൂസ് എല്ലാം തന്നിട്ട് എഫ് ഓഫ് ഇ കാണാൻ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ. ദെൻ ആ ഒരു എനർജി ലെവല്, ഈ ഒരു 50% നമുക്ക് കാണുന്ന ഇലക്ട്രോൺസിനെ കാണുന്ന ആ ഒരു റേഞ്ചിനെയാണ് നമ്മൾ എന്ത് വെച്ചാൽ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. at t equal to 0 Kelvin, the graph shows a step at Fermi level. Step ആണല്ലേ, with a sudden drop from 1 to 0. 1 നിന്ന് 0 ലേക്ക് വരുന്ന 1 നിന്ന് 0 ലേക്ക് വരുന്ന ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ കാണാം. When at t greater than 0 Kelvin, the step become a curve. ആ സ്റ്റെപ്പ് എന്തായി മാറി, ഒരു കർവ് ആയിട്ട് മാറി അല്ലെ. That transition more gradually from 1 to 0 around Fermi level. Then high temperature വന്നാലോ ഇത് കർവ് ഒന്നും കൂടി സ്മൂത്ത് ആവും അല്ലെ. അഗൈൻ ഞാൻ എന്ത് ചെയ്തു, ഒരു ടെമ്പറേച്ചർ കൂടെ എടുത്തു. ടി ആദ്യം 300 ആയിരുന്നു, അഗൈൻ ഞാൻ കൂടുതൽ എടുത്തു. ഉണ്ടോ, അപ്പൊ എന്തായി, ഇവിടെ ഫില്ല് ചെയ്യണത് കുറഞ്ഞു, ഇവിടേക്ക് കൂടുതലായി. ഉണ്ടാവും ആ മാറ്റം, അതാണ് പറയുന്നത്. അപ്പൊ എന്താടാ, the curve smoothen even more and it starts to resemble an exponential decay similar to the classical Maxwell-Boltzmann distribution. Ready ആണല്ലോ, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain Meissner effect. അതേപോലെ തന്നെ ചോദിക്കാം ഡിസ്ക്രൈബ് Meissner effect in superconductors. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ, രണ്ട് മോഡലാണ്, ഒരുമിച്ച് പറഞ്ഞതാണ്. എന്താ Meissner effect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ എന്താണ്, ഇതൊരു സൂപ്പർ കണ്ടക്ടർ ആണ് അല്ലെ. അപ്പൊ സൂപ്പർ കണ്ടക്ടർ ആയ സ്ഥിതിക്ക് അതിനൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, സൂപ്പർ കണ്ടക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മുടെ
നോർമൽ കേസിൽ വരുന്നതിനനുസരിച്ച് എന്താണ് നമ്മൾ പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിലെന്താ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകും അല്ലെ. പക്ഷേ നമ്മുടെ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഒരു ക്യാരക്ടർ ആണ് പറയുന്നത്. അത് ഇതിപ്പോ നമ്മുടെ ഒരു സൂപ്പർ കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഫുള്ള് അതെന്ത് ചെയ്യും എക്സ്പെൽ ചെയ്യും. അതിനെന്ത് ചെയ്യത്തില്ല ഉള്ളിലൂടെ കടത്തി വിടില്ല. അതിന്റെ പ്രോപ്പർട്ടിയാണ്. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. റെഡി ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അത് ആ ഫിഗറിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് എക്സാമിന് ഓർമ്മ വരും. ഇത് നമ്മൾ T>TC ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് പോയപ്പോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ താഴെ വന്നാൽ എന്തായി പുള്ളിക്കാരൻ എന്തായി സൂപ്പർ കണ്ടക്ടറായി. സൂപ്പർ കണ്ടക്ടറായി എനിക്ക് വേറെ ആളാക്കാൻ ആവശ്യമൊന്നുമില്ല അല്ലെ. നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. അവിടെ നിന്ന് എന്ത് പറ്റിയതാ നമ്മുടെ കണ്ടക്ടർ പോകുന്നു. കണ്ടക്ടർ അല്ല മാഗ്നറ്റിക് ലൈൻസ് പുറത്തു കൂടെ പോകും. മനസ്സിലായോ? ഇതാണ് ഇവിടെ ഒക്കെ ഞാനൊരു പോള് വെച്ചു കഴിഞ്ഞാൽ ഓർഡിനറി കണ്ടക്ടർ ആണ് ഇതിന്റെ ഉള്ളിലൂടെ പോകും കണ്ടോ. സൂപ്പർ കണ്ടക്ടറിനെ അടത്തി വിടില്ല അല്ലെ. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെ സൂപ്പർ കണ്ടക്ടറിന്റെ പുറത്തു കൂടെ പോകുള്ളൂ, ഉള്ളിൽ കൂടി എന്തിനും സമ്മതിക്കില്ല. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറൂടാ അതൊരു ഡയാമാഗ്നറ്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്യും അല്ലെ. കംപ്ലീറ്റ്ലി എന്താവും ഒരു ഡയാമാഗ്നറ്റ് ആയിട്ട് ആര് മാറും നമ്മുടെ സൂപ്പർ കണ്ടക്ടർ ചേഞ്ച് ആവും. അതാണ് ഏതെന്ന് പറയണത് നമ്മുടെ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇക്വേഷൻ പഠിക്കണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ഇക്വേഷൻ? എങ്ങനെയാ വന്നിരുന്നത്? B = മാർക്കിനനുസരിച്ച് എക്സാം എഴുതാൻ പഠിക്കണം കേട്ടോ. B = μ0 × m + h ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ എന്ത് ചെയ്തു B എന്താ B = μ0 m + h എന്ന് എഴുതാം. അത് ഞാൻ എന്ത് ചെയ്തു h നെ ഞാൻ പുറത്തേക്ക് എടുത്താല് μ0 × എന്താണ് μ0 × m h ഞാൻ പുറത്തേക്ക് എടുത്തു m/h + 1 എന്ന് എഴുതാം. B എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ h എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് മൊമെന്റ് ആണ്. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് അല്ലെ. μ0 = എന്താണ് അല്ല μ0 ആണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെ. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. Then h = external magnetic field intensity അല്ലേ. കറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ എന്തെന്ന് ഞാൻ h പുറത്തേക്ക് എടുത്തു. h പുറത്തെടുത്തപ്പോ ഇതെന്തായി μ0 m/h ആയി. m/h നമ്മൾ എന്താ പറയും കൈ എന്ന് പറയും അല്ലെ. എന്ന് വെച്ചാൽ m = കൈ × h ആണ്. ദെൻ നമുക്ക് എന്ത് എഴുതാം m/h = നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് കൈ അല്ലെ. കൈ എന്ന് എഴുതാം. ദെൻ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം μ0 × ഇത് നമുക്ക് എങ്ങനെ എഴുതാം കൈ + 1 h എന്ന് എഴുതി. ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ μ0 × 1 + μ0 × കൈ + 1 B = കൈ + 1 h എന്ന് എഴുതി. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതെന്താ സൂപ്പർ കണ്ടക്ടർ ആണല്ലേ. അതിന്റെ ഉള്ളിൽ കൂടി മെയ്സ്നർ എഫക്ട് കാരണം അതിന്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കടത്തി വിടുണ്ടോ? ഇല്ല. അപ്പൊ ബിയുടെ വാല്യൂ എന്താ 0 ആണ്. അപ്പൊ നമുക്ക് ഇത് ഈക്വൽ ടു എന്ത് എഴുതാം 0 = കൈ + 1 × h എന്ന് എഴുതാം. അപ്പൊ എന്താ μ0 എന്ന് പറഞ്ഞാൽ എന്താടാ ഒരു കോൺസ്റ്റന്റ് ആണല്ലേ. μ0യുടെ വാല്യൂ എന്താ μ0 = 4π × 10⁻⁷ per ഏരിയ a² അല്ലെ. ഇതാണ് എന്ത് നമ്മുടെ μ0 എന്ന് പറയുന്നത്. അപ്പം കോൺസ്റ്റന്റിന് എന്തായാലും 0 ആക്കാൻ പറ്റത്തില്ല. h എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന ഇന്റൻസിറ്റി അല്ലേ. അപ്പൊ μ0 ഒരിക്കലും 0 ആവൂല. h എന്ന് പറയുന്നത് 0 ആവൂല. അപ്പൊ പിന്നെ ആരെ 0 ആവുള്ളൂ കൈ + 1 = 0. ദെൻ കൈ = നമുക്ക് എന്ത് എഴുതാം -1 എന്ന് എഴുതാം. കൈ = -1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താടാ അത് ഡയാമാഗ്നറ്റിക് ആണ് അല്ലെ. നമ്മുടെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യടാ ഡയാമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കൂടെ. ഇത് നമുക്ക് എന്ത് എഴുതാം m = കൈ h എന്ന് എഴുതാം. കൈയുടെ വാല്യൂ എന്താ -1 അല്ലേ. അപ്പൊ m = നമുക്ക് എന്ത് എഴുതാം -h എന്ന് എഴുതി കൂടെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗ്രാഫ് വരയ്ക്കാം അല്ലെ. ഇത് നമ്മൾ കൊടുക്കുന്ന ഇന്റൻസിറ്റി h ആണ്. ഇവിടെ ഞാൻ കൊടുക്കുന്നത്
എം ആണെങ്കിൽ എന്താണ് ഇങ്ങനെ ഇൻവേഴ്സ്ലി അല്ലെ, എം ഇസ് ഈക്വൽ ടു എന്തോരും മൈനസ് എച്ച് എന്ന് വരും. ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത് മെയ്സ്നർ എഫക്റ്റ്. മെയിൻ പരിപാടി എന്താ, ഉള്ളു കയറ്റില്ല അല്ലെ, കടക്കപ്പുറത്ത്. അതാണ് നമ്മുടെ മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വായിച്ചു നോക്കടാ, കൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോട്ട് ഒന്ന് വായിച്ചു നോക്കാം. ദ മെയ്സ്നർ എഫക്റ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഫിനോമിനോൺ ഒബ്സർവ്ഡ് ഇൻ സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടറിൽ കാണുന്ന സ്ഥിര സ്വഭാവമാണ് അല്ലെ, ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്വഭാവമാണ്. വേറെ സൂപ്പർ കണ്ടക്ടർ ഇതാണ് മെയിൻ ആയിട്ട്. Where a superconductor expels all magnetic field from its interior when it transition into superconducting stage below a critical temperature. കണ്ടക്ടർ ആയവൻ സൂപ്പർ സ്റ്റാർ ആയപ്പോ, സൂപ്പർ കണ്ടക്ടർ ആയപ്പോ പഴയ ആൾക്കാരൊന്നും കാണുന്നില്ല, മറന്നു എന്ന് പറഞ്ഞ പോലെ അവൻ എന്ത് ചെയ്യത്തില്ല, എല്ലാ മാഗ്നറ്റിക് ഫീൽഡിനും എക്സ്പെൽ ചെയ്യും. ഓക്കെ, ദിസ് എഫക്ട് ഈസ് വൺ ഓഫ് ദ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടറിന്റെ ഏറ്റവും ഡിഫൈൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണത് കേട്ടോ. ആൻഡ് ഡിസ്റ്റിങ്വിഷസ് സൂപ്പർ കണ്ടക്ടേഴ്സ് ഫ്രം പെർഫെക്റ്റ് കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടറും പെർഫെക്റ്റ് കണ്ടക്ടറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അതിന് വേഗം മനസ്സിലാക്കാം. ഇനി എന്താ അത് പറഞ്ഞൊന്നുകൂടി പറയാണ്, എന്താണ് എ സൂപ്പർ കണ്ടക്ടിങ് മെറ്റീരിയൽ ഈസ് കൂൾഡ് ബിലോ ടു എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വരെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ എക്സ്പെൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫ്രം ഇറ്റ്സ് ഇന്റീരിയർ. അതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ പുള്ളിക്കാരൻ പുറന്തള്ളും. ദ എക്സ്പ്ലോഷൻ results in zero magnetic flux density B equal to 0 inside the superconducting material. Okay അല്ലേ? The Meissner effect causes superconductor to behave as a perfect diamagnet, meaning they exhibit a magnetic susceptibility. കൈയുടെ വാല്യൂ എത്രയാ, ഈക്വൽ ടു -1. This complete diamagnetism is a unique feature that occurs only in സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടറിൽ മാത്രം കാണുന്ന എന്താണ് യുണീക് ഫീച്ചർ ആണ് ഏത്, മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. മറക്കൂലല്ലോ, കൺസെപ്റ്റ് റെഡി അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറ്റി, അതിന്റെ ഡെറിവേഷൻ കണ്ടു, അത് നമ്മളിപ്പോ ഗ്രാഫ് വരച്ചു അല്ലെ. ഇത്രയാണ് ഇത് മെയ്സ്നർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഓക്കെ, റെഡി? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. എന്താ വെച്ചേക്കുന്നേ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. കമ്പയർ type 1 and type 2 superconductors with examples. എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമ്പിൾ പഠിച്ചു വെക്കണം. അതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കുന്നത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ type 1 and type 2 സെമി കണ്ടക്ടർ. ടൈപ്പ് 1ഉം ടൈപ്പ് 2 സെമി കണ്ടക്ടറും തമ്മിലുള്ള ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ. പിന്നെന്താ, കമ്പയർ ടൈപ്പ് 1 and ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ വിത്ത് പ്രോപ്പർ ഫിഗർ. റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അപ്പം എന്താണെന്ന് പഠിക്കണം, അവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയണം, ദെൻ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമുക്ക് അറിയണം. ഓക്കെ, അതായത് സെമി കണ്ടക്ടർ നമ്മുടെ സൂപ്പർ കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്തേക്കോണ്ടാ, ടൈപ്പ് 1 ആയിട്ടും ടൈപ്പ് 2 ആയിട്ടും അല്ലെ, രണ്ട് ടൈപ്പ് കുട്ടികളുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞ പോലെ സൂപ്പർ കണ്ടക്ടറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുവാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂപ്പർ കണ്ടക്ടർ ആവുന്നത്. കണ്ടക്ടറിന്ന് സൂപ്പർ കണ്ടക്ടർ ആക്കുകയാണ്, തിരിച്ചു ആവാം അല്ലെ. അപ്പം എന്താണ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താ, സൂപ്പർ കണ്ടക്ടറിന്ന് കണ്ടക്ടറിലേക്കും ആവാം. അപ്പൊ അത് നമ്മൾ എന്താണ്, ഈ ക്രിട്ടിക്കൽ ഫീൽഡിന്റെ മുകളിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് പറ്റും, കണ്ടക്ടറിലേക്ക് അത് തിരിച്ചു വരും അല്ലെ. അപ്പൊ തിരിച്ചു വരുന്നത് പെട്ടെന്നാണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണ് ടൈപ്പ് 1 സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായി? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, തിരിച്ചു വരും. അതേ സമയത്ത് ഏതാണ് സോഫ്റ്റ് ആണ്, നമ്മളെ സെൻസിറ്റീവ് പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞ പോലെ ആള് പാവാണ്, പെട്ടെന്ന് എന്ത് ചെയ്തു മനംമാറ്റം വരും. അതേ സമയത്ത് മറ്റേ ആൾ ടൈപ്പ് 2 ഉണ്ട്, പുള്ളിക്കാരനെ നമ്മൾ എത്ര ചേഞ്ച് ചെയ്താലും അത് ഗ്രാജുവലി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ നോർമൽ കണ്ടക്ടറിന്റെ സ്റ്റേറ്റിലേക്ക് വരത്തുള്ളൂ. പുള്ളി കുറച്ച് ഹാർഡാണ്, അത്ര പെട്ടെന്ന് നമുക്ക് പതപ്പിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അതാണ് പറയണത്, ഇത് നോക്കടാ, ഇതാണ് നമ്മുടെ ഏതെന്ന് പറയണത്, ടൈപ്പ് 1 എന്ന് പറയുന്നത്. ടൈപ്പ് 1ന്റെ കേസിൽ എന്താ, ടൈപ്പ് 1ന്റെ കേസിൽ ഇത് സൂപ്പർ കണ്ടക്ടിങ് ആയിരുന്നു അല്ലെ. പെട്ടെന്ന് എന്ത് പറ്റും, നമ്മൾ എന്ത് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടി അല്ലെ. അവിടെ എന്താണ്, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റി, അതെന്തായി, പെട്ടെന്ന് തന്നെ അതെന്തായി, നോർമൽ ആയിട്ട് മാറി. അതേ സമയത്ത് ഇവിടുത്തെ ആള് നോക്ക്, ഇവിടെ സൂപ്പർ കണ്ടക്ടിങ് ആണ്, പിന്നെന്താ, ഗ്രാജുവലി ആണ് എന്ത് ചെയ്യണത്, അത് അതിന്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് കണ്ടോ. അതിനാണ് ഏത് പറയുന്നത്, ടൈപ്പ് 2 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ എന്താ, സൂപ്പർ കണ്ടക്ടർ ദാറ്റ് കംപ്ലീറ്റ്ലി എക്സ്പെൽ magnetic field below TC and HC show perfect Meissner effect. എന്താണ് സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സിലെ ടൈപ്പ് 1 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് അതെന്താ, സോഫ്റ്റ് കണ്ടക്ടേഴ്സ് ആണല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുന്നുണ്ടാവും. അതേ സമയത്ത്
ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പാർഷ്യലി അലോ മാഗ്നറ്റിക് ഫീൽഡ് പെനട്രേഷൻ ആൻഡ് ഷോ മിക്സഡ് ഓർ വേർട്ടെക്സ് സ്റ്റേറ്റ്. എന്താണ് അതെന്താണ് അത് പാർഷ്യലി മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത് പെനട്രേറ്റ് ചെയ്യുന്നത്. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്ലഷൻ എങ്ങനെയാ ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും എക്സ്പെൽ ചെയ്യും. അതായത് പെർഫെക്റ്റ് ആയിട്ട് ആ എഫക്ട് കാണിക്കുന്ന ആളാണ് ആര് നമ്മുടെ ടൈപ്പ് 1 സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായതോ പക്ഷെ ഇവിടെയോ ടൈപ്പ് 2 എന്ന് പറഞ്ഞ കുറച്ച് ഹാർഡ് അല്ലെ പുള്ളി എന്താണ് പാർഷ്യലി ഈ മേസണർ എഫക്റ്റ് കാണിക്കത്തുള്ളൂ. അതാണ് പുള്ളിയുടെ സ്വഭാവം. അടുത്ത എന്താടാ മെറ്റീരിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇത് പ്യുവർ എലമെന്റൽ ആണ്. ഇതെന്താണ് എലമെന്റൽ ആവാം അലോയ് ആവാം സെറാമിക് സൂപ്പർ കണ്ടക്ടേഴ്സ് ആവാം. ഇനി ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇതിന് ഒറ്റ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡേ ഉള്ളൂ ഏത് HC എന്ന് പറയുന്നത്. പക്ഷെ ടൈപ്പ് 2ന് 2 ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് HC1 അതേപോലെ തന്നെ HC2. അതെന്താ പെട്ടെന്നല്ല ഗ്രാജുവലി ആണ് എന്ത് ചെയ്യുന്നത് ചേഞ്ച് ആവുന്നത് അല്ലെ. അടുത്ത എന്താ ബിഹേവിയർ അണ്ടർ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഞാൻ എന്ത് ചെയ്തു ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യാണ് ഞാൻ എന്ത് ചെയ്തു മാക്സിമം ക്രിട്ടിക്കൽ ഫീൽഡിന്റെ എന്ത് ചെയ്തു വാല്യൂ മാറ്റി അല്ലെ. 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് സൂപ്പർ കണ്ടക്ടർ ആവുന്നത്. ഒന്ന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഒന്ന് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ ഒന്ന് കറന്റ് ഡെൻസിറ്റി കേട്ടോ. അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അവിടെ ഞാൻ എന്ത് ചെയ്തു അപ്പൊ എന്ത് പറ്റും സഡൻ ലോസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി സഡൻ ലോസ് ഉണ്ടാവും. ഇവിടെ എന്താ പാർഷ്യൽ പെനട്രേഷൻ ബിറ്റ്വീൻ HC1 ആൻഡ് HC2 അവർ തമ്മിൽ എന്താ പാർഷ്യൽ പെനട്രേഷൻ ഉണ്ടാവുള്ളൂ. മിക്സഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്താ ഇത് ആബ്സെന്റ് ആണ്. ഇതിനെന്തുണ്ട് മിക്സഡ് സ്റ്റേറ്റ് പ്രസന്റ് ഉണ്ട് കേട്ടോ. 2 സ്റ്റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ദെൻ അടുത്ത എന്താ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് അബ്രപ്റ്റ്ലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ഡ്രോപ്പ് ചെയ്യും. ഇതെന്താ ഡിക്രീസസ് ഗ്രാജുവലി ആണ്. ക്രിട്ടിക്കൽ ഫീൽഡ് സ്ട്രെങ്ത് ആണെങ്കിലോ അതെന്താ കുറവാണ്. പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് കൈൻഡ് പെർസൺ ആണ് നമ്മുടെ ടൈപ്പ് 1 പാവം മനുഷ്യനാണ്. അപ്പൊ എന്താ പെട്ടെന്ന് നമുക്ക് ഈസിലി ഡിസ്ട്രോയ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പുള്ളിയെ നമ്മൾ എന്ത് പറയും സോഫ്റ്റ് കണ്ടക്ടർ എന്ന് പറയും. തൊട്ടപ്പുറത്താളോ ഹൈ ആണ് അവിടുത്തെ ക്രിട്ടിക്കൽ ഫീൽഡ് സ്ട്രെങ്ത്. അതുകൊണ്ട് തന്നെ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ഹാർഡ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ജനറലി ലോ ആണ്. ഇതിന് എന്താണ് ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും. ആപ്ലിക്കേഷൻസ് എവിടെയാ ലിമിറ്റഡ് ഡ്യൂ ടു ലോ ക്രിട്ടിക്കൽ ഫീൽഡ്. ക്രിട്ടിക്കൽ ഫീൽഡ് കുറവായതുകൊണ്ട് ആപ്ലിക്കേഷൻസ് ലിമിറ്റഡ് ആണ്. അതേ സമയത്ത് ഹൈ ഫീൽഡ് നമ്മൾ MRI മാഗ്നറ്റ് മാഗ്ലേവ് ക്വാണ്ടം ഡിവൈസസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ലീവിയേഷൻ ആപ്ലിക്കേഷൻസിൽ പറയും കേട്ടോ. ദെൻ എക്സാമ്പിൾ എന്താ PB HG അതേപോലെ തന്നെ ഏതാ NB MgB2 ഇതൊക്കെ ഏതിൽ പെടും നമ്മുടെ ടൈപ്പ് 2 പെടും. റെഡി ആണല്ലോ കൺസെപ്റ്റ് റെഡി ആണല്ലോ. അപ്പൊ ആ ഗ്രാഫ് പഠിക്കണം. ആ ഗ്രാഫ് പഠിച്ചിട്ട് എന്താണ് നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിക്കണം കേട്ടോ. ഡിസ്റ്റൻസ് പഠിക്കണം. അത് മാർക്കിനനുസരിച്ച് എഴുതാൻ പഠിക്കാം കേട്ടോ. ചില കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഈ കമ്പാരിസൺ ഡിസ്റ്റിങ്ക്വിഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടേബിൾ തന്നെ വേണം നിർബന്ധമുണ്ടോ സെപ്പറേറ്റ് എഴുതിയ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സെപ്പറേറ്റ് എഴുതി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ കാണുമ്പോ എന്താ കുറച്ചുകൂടെ എന്താ പോയിന്റ്സ് നോട്ട് ചെയ്ത് പെട്ടെന്ന് മാർക്ക് ചെയ്യാനല്ലേ. സ്കീമിലൊക്കെ വരുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പം ഏതാണ് നമ്മുടെ ഈ ടേബിൾ ആക്കുന്നതാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക എഴുതുക. ഗ്രാഫ് നിർബന്ധമായിട്ടും പഠിക്കുക. എക്സാമ്പിൾ നിർബന്ധമായിട്ടും ഓർമ്മയിൽ വെക്കുക. റെഡി അല്ലേ കൺസെപ്റ്റ് റെഡി അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഉഷാറായിട്ട് എന്ത് ചെയ്യാം എക്സാം എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ് കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക്ലിൻ ലെക്ചേഴ്സ്. താങ്ക് യു.